ഇതുപോലത്തെ ഒരു പ്രേമ അപരാധം പടച്ചുവിട്ട ഒരു സാധനം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് എന്തിൻ്റെ ബേസിലാണെന്ന് ഇറ്റ്സ് സ്റ്റിൽ ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. കൽബ് എന്ന് പറയുന്ന മൂവി ഇപ്പോൾ OTT-യിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പടം കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ വിഷമം തോന്നുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണാഞ്ഞത്? ഇത്രയും നല്ലൊരു മൂവി മിസ് ചെയ്യുമോ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിൽ പല ഒരു വിഷമം വേറെ ഇല്ല. അന്ന് ഈ ഒരു മൂവി കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു പോയി എന്ന്. പക്ഷേ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പേഴ്സണലി മനസ്സിലാവുന്നത്. ആരായാലും കരഞ്ഞു പോകും. കാര്യം ഇതിന്റെ കുറച്ച് സീൻസ് ഒക്കെ അങ്ങനെയാണ്. വളരെ നല്ലൊരു മൂവിയാണ്. ഇതിന്റെ ലീഡിംഗ് ആക്ടേഴ്സ് ആയിട്ടുള്ളത് രഞ്ജിത്ത് നേഹ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരുമാണ്. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബുവാണ്. വിജയ് ബാബു ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ മികച്ചൊരു മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പടം ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ OTT റിലീസ് ആയതിനു ശേഷം ഭയങ്കര അഭിപ്രായമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ. നിങ്ങൾ പോയി എടുത്ത് നോക്കുക. അതിൻ്റെ താഴത്തെ കമൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു മൂവിയാണ് ഈ ഒരു മനുഷ്യൻ വന്നിട്ട് ഇത്രയും അപരാധം പറഞ്ഞ് നശിപ്പിച്ചത്. ശരിക്കും തിയേറ്ററിൽ പ്രതീക്ഷ കളക്ഷനൊന്നും ഈ മൂവിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ OTT-യിൽ എന്തായാലും ഭയങ്കര വിജയത്തിലാണ് ഈ ഒരു പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ അശ്വിൻ കോക്കിൻ്റെ ആ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ആ മഹാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നോക്കണം. ഈ മൂവി കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. മൂവി കാണാതെ വന്നിരുന്നിട്ട് വെറുതെ അയ്യോ ഞങ്ങളുടെ കോക്കണ്ണനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതിന് മുന്നേ പോയി മൂവി കാണുക. കഥാനായകൻ കാൽപോ ഒരു മരത്തിൽ കയറുകയാണ് ഒരു മാടത്തെ പിടിക്കാൻ. മടത്ത മീൻസ് മൈന. ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കയറി കാൽപോ അവിടെ വെച്ച കഥാനായികയെ കാണുന്നു. കഥാനായിക നേഹ നസ്രീൻ ഷക്കീൽ എന്ന് പറയുന്ന ഒരു നടിയാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് വളരെ വെറൈറ്റി പേരാണ്. തൊമ്പി എന്നാണ് കഥാനായികയുടെ പേര്. അങ്ങനെ കാൽപോയും തൊമ്പിയും കണ്ടുമുട്ടുകയാണ്. കാൽപോ തൊമ്പി കാൽപോ. അവിടെ തുടങ്ങുകയാണ് അധ്യായം 1. അധ്യായം എന്ന് പറയാൻ പറ്റില്ല. ഓരോ ഇമോഷൻസിനും ഓരോ ടൈറ്റിൽ ഇവർ നൽകിയിട്ടുണ്ട്. അതിനെ നിറങ്ങൾ എന്നാണ് പറയുന്നത്. 1-ാം നിറം അട്രാക്ഷൻ, ആകർഷണം. പ്രേമം ആരംഭിക്കുകയായി. ഇഞ്ച് ഫസ്റ്റാണ് പ്രേമം ഒലിപ്പേര്. അയ്യോ എൻ്റെ പൊന്നു. 2-ാം നിറം ഇൻഫാക്ച്വേഷൻ, മോഹം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇവരുടെ മത്സരമാണ്. ആരാണ് ഓവറാക്കുന്നത് എന്നുള്ള മത്സരമാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ അശ്വിൻ കോക്ക്, ഇതിലും വളരെ മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങളുണ്ട്. ആ പടങ്ങൾ ഈ മനുഷ്യൻ വന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കുറേ റിവ്യൂസ് പുള്ളി ചെയ്തിട്ടുണ്ട്. എടുത്ത് വെച്ച് നോക്കിയാൽ മതി. കുറച്ച് നാൾക്ക് മുന്നേ ഒക്കെ ഉള്ള കാണാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു പടത്തിന് ഇത്രയും മോശമായിട്ടുള്ള രീതി വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ പടത്തിന്റെ ചുറ്റും വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ട ആൾക്കാരുണ്ട്, ഇതിനു വേണ്ടി പണം മുടക്കിയ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം. ഈ മഹാവ്യക്തിയാണ് കുറേ നാൾക്ക് മുന്നേ ബാഡ് ബോയ്സ് എന്ന് പറയുന്നൊരു പടം ഇറങ്ങിയ സമയത്ത് ആ പടം കൊള്ളില്ല എന്ന് ഭൂരിഭാഗം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. ഈ പുള്ളി അതിൻ്റെ റിവ്യൂ ചെയ്തില്ല. കാരണം എന്തായിരുന്നു? ഒമർ ലുലു പുള്ളിയുടെ അടുത്ത സുഹൃത്തായതിൻ്റെ പേരിൽ. എന്നിട്ട് ഇത്രയും നല്ലൊരു പടമാണ് ഈ പുള്ളി വന്നിരുന്നത് ഇതിനെപ്പറ്റി മോശം സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം അശ്വിൻ കോക്കിൻ്റെയൊക്കെ റിവ്യൂ നമ്മളും കണ്ടിട്ടുണ്ട്. കാര്യം പുള്ളിയുടെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചിരിക്കാനുണ്ട്. ചിലപ്പോൾ വളരെ പൊട്ടപ്പടങ്ങളിൽ പുള്ളി എടുത്ത് വെച്ചിട്ട് ഊക്കി വിടുന്നത് നമ്മൾ കാണാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു മൂവിക്ക് ഇത്രയും മോശമായിട്ട് ഇയാൾ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. വളരെ പുച്ഛത്തോടുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. നായിക നേഹ ചെയ്ത കഥാപാത്രം തൊമ്പിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊമ്പി ഭയങ്കര ക്യൂട്ടാണ്, പാവമാണ്, ഭയങ്കര ഇന്നസെൻ്റാണ്, സൈലൻ്റാണ്. പക്ഷേ തുമ്പിയുടെ അഭിനയം, ഈ നേഹയുടെ അഭിനയം അടിമുടി കൃത്രിമത്വം എന്ന് വെച്ചാൽ അങ്ങേറ്റം കൃത്രിമത്വം. അതിനോട് മത്സരിച്ചാൽ ഈ തുമ്പിക്കൊരു പ്രത്യേകത ഉണ്ട്. എല്ലാം 2 പ്രാവശ്യം പറയും. ഇപ്പം ഞാൻ പോവുകയാണെന്ന് ഒരു പ്രാവശ്യം സാധാരണ മനുഷ്യർ പറയുക, ഞാൻ പോവുകയാണ്. പിന്നെ അവരൊക്കെ പാവങ്ങളാ. കാൽപോ നീ ഓക്കെയാണോടാ, എല്ലാം 2 പ്രാവശ്യം പറയണം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് തുമ്പിക്ക്. വേണ്ടം നായകൻ പ്രണയം, പാട്ട്, നായകൻ്റെ ചില വീരസാഹസങ്ങൾ. ഫ്രഷ് ട്രെയിൻ മിസ്സായിട്ട് നായകൻ ബൈക്ക് എടുത്ത് ചേസ് ചെയ്ത് ട്രെയിൻ പിടിക്കുന്നു. ഇപ്പോഴിതൊക്കെ എഴുതിയിട്ട് ആൾക്കാരെ കാണിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ നായകൻ്റെ വീരഗാഥകൾ. പിന്നെ പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ. ഈ പുള്ളി പറയുന്ന കണക്കൊന്നുമല്ല. ഈ മൂവി നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു മൂവി കണ്ട് നമ്മൾ കരയണമെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആവണമെങ്കിൽ ആ പടം അത്രയ്ക്ക് നല്ല രീതിയിൽ എടുക്കണം, അല്ലേ? അത് ഈ മൂവിക്കകത്ത് എന്തായാലും കിട്ടും. നിങ്ങളത് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത്രയും വിവരക്കേട് വന്നിരുന്ന ഈ പടത്തിന് വിളിച്ച് പറയേണ്ട ആവശ്യം എന്താണ്? ഈ പുള്ളിയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
എന്തോ ഒരു ചീത്തവിളിയാണ് ആൾക്കാർ വിളിക്കുന്നതെന്ന് കണ്ടു നോക്കണം. ഞാൻ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സ് വയ്ക്കാം. എന്തായാലും നമുക്ക് ബാക്കിയോടെ കേൾക്കാം. വയറിളകിയതുപോലെ പാട്ടുകളാണ്. സാധാരണ പണ്ടൊക്കെ ആളുകൾ പാട്ട് വരുന്ന സമയത്ത് മൂത്രമൊഴിക്കുമ്പോൾ അത്തരം പാട്ടുകളെ മൂത്രപ്പാട്ടെന്ന് പറയും. ഈ സിനിമയിൽ അങ്ങനെ മൂത്രമൊഴിക്കാൻ പോകുന്ന ആളുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രപ്പുരയിൽ പോയിട്ട് അവിടെ നിൽക്കുക 2.5 മണിക്കൂർ. അടിക്കടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവിടെ 2 ഗ്യാങ് തമ്മിൽ പൊരിഞ്ഞടി നടക്കുമ്പോൾ ആരൊക്കെയോ പാർട്ടി പോപ്പേഴ്സൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നിറച്ച് ഇതിങ്ങനെ പറക്കുക. അതൊക്കെ മനസ്സിലായി. കളറാക്കി തന്നെ, കളറ്. ഷെയ്ൻ നിഗത്തിന് വന്ന സിനിമയാണിത്. ഇതിലെ നായക കഥാപാത്രം ഈ സിനിമ ഒഴിവാക്കി രക്ഷപ്പെട്ട ഷെയ്ൻ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നായിരിക്കും ഈ സിനിമ ഒഴിവാക്കിയത്. ഷെയ്ൻ നിഗത്തിന് അഭിനന്ദനങ്ങൾ. വിജയ് ബാബു ആണല്ലോ പ്രൊഡ്യൂസർ. വിജയ് ബാബുവിൻ്റെ സിനിമകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകൾക്ക് പോലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോവൽറ്റി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലത്തെ ഒരു പ്രേമ അപരാധം പടച്ചുവിട്ട ഒരു സാധനം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് എന്തിൻ്റെ ബേസിലാണെന്ന് ഇറ്റ്സ് സ്റ്റിൽ ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതുപോലൊരു അപരാധം പറയാനായിട്ട് താങ്കൾക്ക് എങ്ങനെ തോന്നി മിസ്റ്റർ അശ്വിൻ കോക്ക്? ഞാൻ കാര്യമായിട്ട് ചോദിക്കുവാണേ. കാര്യം ഇത്ര നല്ലൊരു മൂവിയാണ് ഇത്രയും മോശമായിട്ട് വന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഷെയ്ൻ നിഗത്തിന് കിട്ടിയ പടമായിരുന്നു. ഷെയ്ൻ നിഗം ഈ പടം എടുക്കാഞ്ഞത് എന്തോ ഭാഗ്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ആരഭിനയിക്കുക എന്നുള്ളതിൻ്റെ അകത്തല്ല, പടം നല്ലതാണെങ്കിൽ ആരായാലും കാണും. ആ മൂവി കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണ്. ഇത്രയും മോശം പറയാനായിട്ട് ആ മൂവിക്കകത്ത് എന്താണ് ഇരിക്കുന്നത്? എന്ത് പ്രശ്നമാണുള്ളത്? കാര്യം ഇപ്പോൾ കുറേ ഒരു റിവ്യൂ ആൾക്കാരുണ്ട്. ഇപ്പം ഇവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലാണ് ആ പടം നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. ഇനിയിപ്പം ഈ പുള്ളിയുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഈ മൂവി ഇറങ്ങുന്നതിന് മുന്നേ. ഇപ്പം മാർക്കോ റിലീസ് ആവാനായിട്ട് പോവുക. ഇപ്പോഴേ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക. കാര്യം മാർക്കോയുടെ റിവ്യൂ പുള്ളി വന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കണ്ടിട്ട് വേണം അങ്ങോട്ട് കെട്ടിയെടുക്കാനായിട്ട്. ഈ റിവ്യൂസ് കണ്ടിട്ട് ഇനിയെങ്കിലും ഒരു പടത്തെ വിലയിരുത്താതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം. ഇനി നമുക്ക് കുറച്ച് കമൻസ് വായിക്കാം. ഒരൊറ്റ റിവ്യൂ കൊണ്ട് നല്ല കളക്ഷൻ നേടേണ്ട നല്ലൊരു പടത്തിനെ നശിപ്പിച്ച് കളഞ്ഞു ഇയാൾ. OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര നല്ല പടം തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടായിരുന്നു എന്ന്. വിജയ് ബാബു പുതിയ ആൾക്കാർക്ക് എത്ര അവസരങ്ങൾ കൊടുക്കുന്ന ആളാണ്. ഇനി അയാൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ട്രൈ ചെയ്യുമോ? കറക്റ്റ് അല്ലേ? കാര്യം പുള്ളി ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആൾക്കാരെയൊക്കെ വളരെ പ്രതീക്ഷയോടെ കൂടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ഇത്രയും പൈസയും മുടക്കി ഒരു പടം ഇറങ്ങിയിട്ട് ആ പടം തിയേറ്ററിൽ വലിയ കളക്ഷൻ ഇല്ലെങ്കിൽ ഇനി ഈ പറയുന്ന പുതിയ ആൾക്കാരെയൊക്കെ വെച്ച് പുള്ളി ട്രൈ ചെയ്യും. അല്ലെങ്കിൽ വേറെ ഇനി വരുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആയപ്പോലും ഈ പറയുന്ന പുതിയ ആൾക്കാർ കയറ്റാനായിട്ട് ഒന്ന് മടിക്കും. കാര്യം വളരെ നല്ലൊരു മൂവി ഇടയത്. അതിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്നിരുന്ന് കൊല്ലാതിരിക്കും. ശുദ്ധ തെമ്മാടിത്തരമാണ് താൻ ഈ ചെയ്യുന്നത്. ഒന്നെങ്കിൽ വേറെ പണിക്ക് പോവുക, അല്ലെങ്കിൽ ഇജാതി വീഡിയോ ഇറക്കി തന്നെത്താൻ കണ്ട് നിർവധി അടയുക. നല്ലൊരു പടം കണ്ട് മറ്റേടത്ത് റിവ്യൂ പറഞ്ഞ് ജീവിക്കുക. ഇതൊന്നും രണ്ടുമല്ല. കുറേയായി കാണുന്നവരെ കൂടെ മടുപ്പിക്കുക. കുറെ എണ്ണം ഇജാതി ഊളകളെ വിവരദോഷികളുടെ വീഡിയോ കണ്ട് മൂവി കാണാതെ വന്ന് തോന്നിയത് വിളിച്ച് പറയുന്ന കഷ്ടം. കുറെ ആൾക്കാരുടെ ഡ്രീംസ് ആണ് ഇവരെല്ലാരും കൂടെ നശിപ്പിക്കുന്നത്. വാട്ട് എവർ നല്ലതോ ചീത്തയോ, ബട്ട് ഓരോ മൂവിയും ഓരോ പ്രതീക്ഷകളാണ്. അത് ഇജാതി കഴപ്പുള്ളവന്മാരാണ് ഓരോന്ന് പറഞ്ഞു തീർക്കുന്നത്. ഒന്നെങ്കിൽ തനിക്ക് പ്രാന്ത്, അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറ്റാത്തത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴുള്ള ഒരു കുന്തളിപ്പ്. ഇത് അശ്വിൻ കോക്കിന്റെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ റീസെന്റ് ഈ ഒരു പടം OTTയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും കമന്റ്സ് വന്നു തുടങ്ങിയത്. ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ. എന്നാൽ ഈ പടം നല്ലത് പറഞ്ഞ് റിവ്യൂ ചെയ്തവരും ഉണ്ടായി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതായത് തിയേറ്ററിൽ വന്നിരുന്ന കരഞ്ഞു പോയെന്നൊക്കെ വന്നിരുന്ന റിവ്യൂ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇയാളുടെ റിവ്യൂ കുറച്ച് സത്യസന്ധത ഉള്ളതാണെന്നാണ് ഇതുവരെ കരുതിയത്. ബട്ട് ഇപ്പോൾ അനുഭവം തീർത്തും നെഗറ്റീവ്. ഇയാൾ പടം ശരിക്കും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് ഇപ്പോൾ പടം കണ്ട എല്ലാവരും പറയുന്നു കിടിലൻ മൂവി ആണെന്ന്. ഇതിപ്പോൾ അശ്വിൻ കോക്കിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മളെ മൂവി. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഈ പടം കണ്ട മിക്ക ആൾക്കാരും നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരാണ് ഈ പടം കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അശ്വിൻ കോക്കിനെ പോലെ ഉള്ളത്. അല്ലാതെ ഈ പടം കണ്ട ആരും മോശമായിട്ട് പറയുകയോ, അല്ലാതെ ഈ പടം കണ്ട് ഇമോഷണലി ഒട്ടും കണക്റ്റഡ് ആവുന്നില്ല എന്ന് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപരാധങ്ങൾ ചെയ്ത് ആൾക്കാരെ മടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു മൂവി റിവ്യൂവേഴ്സ് ആണല്ലോ, നിങ്ങളൊക്കെ ഭയങ്കര വലിയ മൂവി റിവ്യൂവേഴ്സ് ആണ്. അപ്പം നിങ്ങളെ റിവ്യൂ കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പം ഇനി അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വന്ന് നിങ്ങളുടെയൊക്കെ റിവ്യൂ കാണുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി കഴിവതും ശ്രമിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.